ഹലോ ഫ്രണ്ട്സ്, സൗദി അറേബ്യയിലെ അൽബൈക്ക് ബേസ്ഡ് എക്സ്പീരിയൻസ് ഉള്ള ഞാൻ എങ്ങനെയാണ് ബ്രോസ്റ്റ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഞാനതിൽ ചേർക്കുന്നതെന്നും അതേപോലെ തന്നെ കോഴി കട്ട് ചെയ്തിട്ടുള്ള പീസിൻ്റെ ഷേപ്പുകളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പീസുകളെല്ലാം ജോയിൻറ്റുകളൊന്നും മിസ്സാവാതെ കറക്റ്റായിട്ട് 8 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന പോലുള്ള ബ്രോസ്റ്റ് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ ഇടുന്ന റെഡ് മസാല സൗദിയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന റെഡിമെയ്ഡ് മസാലയാണ്. അതിനുശേഷം ഇട്ട മസാല സൗദിയിലെ അൽബേക്കിൻ്റെ സെയിം റെസിപ്പി ഞാൻ 1 വർഷവും 8 മാസവും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇവ രണ്ടും ചേർത്ത് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഇളക്കി യോജിപ്പിച്ച് ശരിക്ക് മിക്സ് ചെയ്ത് 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. ശേഷം ഈ കാണുന്ന മസാലകളെല്ലാം ഞാൻ എൻ്റേതായിട്ടുള്ള റെസിപ്പിയിൽ ചെയ്തതാണ്. ആ കാണുന്ന റെഡ് മസാലയാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അതിനുശേഷം ആ റെഡ് സ്പൈസി ഇഞ്ചക്റ്റ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇഞ്ചക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ചിക്കൻ്റെ ഓരോ ഭാഗത്തും നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്ത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് കഴിക്കുമ്പോഴും അത് പൊളിച്ച് നോക്കിയാൽ നമുക്ക് ഉൾവശങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമുക്ക് മൈദയിൽ നമ്മുടെ മസാലയുള്ള മൈദയാണ് അതിലേക്കിട്ട് മിക്സ് ചെയ്ത ശേഷം സിംഗിൾ കോട്ട് ചെയ്ത ശേഷം വെള്ളത്തിലേക്ക് മുക്കുക. ഐസ് വെള്ളം വേണമെന്നില്ല, തണുത്ത വെള്ളം ഒന്നും വേണ്ട. സാധാ പച്ചവെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും പൗഡറിലിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ KFC ടൈപ്പിലുള്ള ക്രിസ്പിനെസ് നമുക്ക് കിട്ടുന്നതാണ്. അതിനായിട്ട് പ്രത്യേകമായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, ശരിക്ക് റബ്ബ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെ ക്രിസ്പിനെസ് കിട്ടുന്നതാണ്. ഓരോ പീസുകളും എല്ലാ സ്ഥലത്തും മൈദ ശരിക്ക് പിടിക്കുന്നത് വരെ നമ്മൾ റബ്ബ് ചെയ്ത് കൊടുത്ത് വെള്ളത്തിൽ വീണ്ടും ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് എല്ലാ സ്ഥലത്തും ഇതേപോലെ കുറച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റ്, അതായത് KFC ടൈപ്പ് ബ്രോസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ നോർമൽ ബ്രോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിൽ മുക്കേണ്ട ആവശ്യമില്ല. അത് അൽബേക്ക് ടൈപ്പ് ബ്രോസ്റ്റാണ്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓരോ പീസുകളായിട്ട് ഓയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മൾ ഇവിടെ മെഷീൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പാത്രത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് മുട്ടുമ്പോൾ നമുക്ക് ക്രിസ്പിനെസ് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയില്ല. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ക്രിസ്പി ഇതിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് പാകമായി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ പുറവും മറിച്ചിട്ട് കൊടുക്കണം. ഇതാണ് സിംഗിൾ കോട്ട് ചെയ്തിട്ടുള്ള അൽബൈക്കിൻ്റെ ബ്രോസ്റ്റ്. ഒറിജിനൽ ബ്രോസ്റ്റ് ഇതാണ്. ക്രിസ്പി ടൈപ്പ് ഫ്രൈഡ് ചിക്കനാണ്. സിംഗിൾ കോട്ട് ചെയ്ത ബ്രോസ്റ്റാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രൈഡ് ചിക്കനെക്കാട്ടിലും കുറച്ചുകൂടി ഹെൽത്തിയാണ് എപ്പോഴും ബ്രോസ്റ്റ്. കാരണം ഓയിൽ കണ്ടൻറ്റ് വളരെ കുറവും ചിക്കൻ്റെ സ്കിന്നിൻ്റെ ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കാനും കഴിയും. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റ് അതേപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. സത്യത്തിൽ ഇത് എത്ര പ്രാവശ്യം കഴിച്ചാലും നമുക്ക് മതി വരില്ല. അത്രയും നല്ല ഫീലാണ് ഇതിന്. നല്ല ജ്യൂസി ആയിട്ടുള്ള, അതും ഇഞ്ചക്റ്റഡ് സ്പൈസി ആയിട്ടുള്ള സൂപ്പർ ബ്രോസ്റ്റാണ്. അതിൻ്റെ ആ ഒരു സ്വാദ് നമുക്ക് കഴിക്കും തോറും നമുക്കൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അത് കഴിച്ചവർക്ക് മാത്രമേ അറിയുകയുള്ളൂ ഈ അൽബേക്കിൻ്റെ ബ്രോസ്റ്റിൻ്റെ ഒരു സ്വാദ്. അതേപോലുള്ള സെയിം ബ്രോസ്റ്റാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബൈ, താങ്ക് യു.